കേരളത്തെ ഏത് രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് മറ്റുള്ള രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ അതിനുതകുന്ന തരത്തിൽ കൂടിയാണ് ഈ സെമിനാറുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്, ഈ വേദി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിഷൻ 2031 എന്ന് പറയുന്ന സെമിനാർ അത് മുന്നോട്ട് വയ്ക്കുന്നത് ഏത് രീതിയിലാണ് കേരളം ഇത്രയും നാളും, ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ ഒരു വിലയിരുത്തൽ, അതോടൊപ്പം തന്നെ 2027 മുതൽ 2031 വരെ കേരളത്തിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വരേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു സമഗ്രമായ പരിശോധന അത് തന്നെയാണ് ഈ വിഷൻ 2031 എന്ന് പറയുന്ന ഈ സെമിനാറുകളിലൂടെ ആസൂത്രണ വകുപ്പ്, അതായത് നമ്മുടെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഉദ്ഘാടനമൊക്കെ പ്രൗഢഗംഭീരമായ രീതിയിൽ നടന്നത്. അതിൽ ഉദ്ഘാടന വേദിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മണിശങ്കർ അയ്യർ തന്നെയായിരുന്നു, വിനിഷ സൂചിപ്പിച്ചതുപോലെ. കാരണം നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ഒരു വികസന സെമിനാർ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ കൂടി ആഭിമുഖ്യത്തോടു കൂടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു വലിയ ഗസ്റ്റ് പാനൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ദേശീയ തലത്തിൽ നിന്നൊക്കെയുള്ള വിദഗ്ധരുടെ ഒരു പാനലായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ഭൂരിപക്ഷം ഇതിലേക്ക് ക്ഷണിച്ച അതിഥികളെയും അവർക്ക് ഒരു തുറന്ന കത്ത് രമേശ് ചെന്നിത്തല അയക്കുകയുണ്ടായി. അത് ഈ ഒരു വികസന സെമിനാറിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യം അവരുടെ തന്നെ നേതാവ് ഉൾപ്പെടെയുള്ളവർ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുൾപ്പെടെ എല്ലാവരും, ഈ ക്ഷണിക്കപ്പെട്ട എല്ലാവരും ഇതിലേക്ക് എത്തിച്ചേർന്ന് പങ്കെടുക്കുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് മണിശങ്കർ അയ്യരുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത തവണയും മുഖ്യമന്ത്രിയായി തുടരുമെന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ കേരളം ഏത് രീതിയിൽ മാറി എന്നുള്ള കാര്യം, അതൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇതിൽ പ്രതിപക്ഷത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും ആ വിഷയം മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മൾ ഈ വിഷൻ 2031 എത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമായും 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഒരു സെമിനാറിൽ 18 സെഷനുകളിലായിട്ടാണ് രാജ്യാന്തര വിഷയ വിദഗ്ധർ ഉൾപ്പെടെ സംസാരിക്കാനായി എത്തുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഒക്കെ നേതൃത്വം നൽകുന്ന വിവിധ സെമിനാറുകളാണ് ഇന്ന് വിവിധ ഇടങ്ങളിലായി തുടരുന്ന, രാവിലെ മുതൽ തന്നെ ആരംഭിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 33 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. 8 വേദികളിലായി നടക്കുന്ന സെമിനാറുകളിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നത്. മറ്റു വേദികളിൽ ഈ വിഷയ വിദഗ്ധരും അതോടൊപ്പം തന്നെ മോഡറേറ്റർമാരും ഒക്കെയാണ് പങ്കെടുക്കുന്നത്. അതിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ളവർ, അതോടൊപ്പം തന്നെ നൊബേൽ സമ്മാന ജേതാക്കൾ അടക്കമുള്ളവർ ഈ സെമിനാറുകളുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. നാളെയാണ് ഈ സെമിനാർ, ഈ വിഷൻ 2031 സമാപനം എന്ന് പറയുന്നത്. ഓരോ വേദികളിൽ നിന്നും ഉരുത്തിരിയുന്ന കാര്യങ്ങൾ, അത് എല്ലാ വിവരങ്ങളും എല്ലാ വിശദാംശങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് അത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് കൃത്യമായ രീതിയിൽ തന്നെ അതിൽ ഒരു പദ്ധതി രേഖ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നൽകുന്നതായിരിക്കും. ആ രീതിയിലായിരിക്കും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കുക. ഏതായാലും ക്രിയാത്മകമായ ഒരുപിടി ചർച്ചകൾ അതിന് തന്നെയായിരിക്കും ഈ വേദികളിൽ നടക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. വിനിഷ, രാവിലെ മുതൽ തന്നെ ഈ വേദികളെല്ലാം തന്നെ സജീവമാകുന്നതായിരിക്കും. ഈ സെമിനാർ വിഷയാധിഷ്ഠിതമായിട്ടുള്ള ചർച്ചകൾക്കും തുടക്കമാകുന്നതായിരിക്കും. വിനിഷ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, ഷീജ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മണിശങ്കർ അയ്യർ ആയിരുന്നു ഹൈലൈറ്റ് ഇന്നലത്തെ വേദിയിൽ. രമേശ് ചെന്നിത്തല നേരിട്ട് കത്ത് നൽകിയിരുന്നു മണിശങ്കർ അയ്യർക്ക്, തുറന്ന കത്ത്. അത് ഈ വേദിയിൽ പങ്കെടുക്കരുത്, ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ കത്ത്. രമേശ് ചെന്നിത്തലയുടെ കത്ത് നിരാകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ വേദിയിൽ മണിശങ്കർ അയ്യർ എത്തുന്നു. ആ വേദിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട്, ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പറയുന്നത് അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്നത് പിണറായി വിജയനാണ്, പിണറായി വിജയൻ തുടരണം. ഗാന്ധിജി വിഭാവനം ചെയ്ത നേട്ടങ്ങൾ കൈവരിക്കാനായത്, വികസനം കൈവരിക്കാനായത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിനാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് മണിശങ്കർ അയ്യർ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രതിപക്ഷത്തിന് കാണാൻ അവർ കണ്ടില്ല എന്ന് നടിക്കുന്ന ചില വസ്തുതകളുണ്ട്. അത് LDF സർക്കാരിൻ്റെ മാത്രം പ്രതിപക്ഷമായിരുന്നു കൊണ്ടല്ല, ജനങ്ങളുടെ ആകെ എതിർപക്ഷമായി മാറുന്ന രീതിയിലേക്കാണ് കേരളത്തിൽ നമ്മുടെ UDFന്റെ പ്രവർത്തനങ്ങൾ. അതിനുള്ള ഒരു വലിയ വെല്ലുവിളി കൂടിയാവുകയാണ്. അവരെ കൂടി വെട്ടിലാക്കുന്ന രീതിയിലാണ് ഇന്നലെ മണിശങ്കർ അയ്യർ ആ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്.
തീർച്ചയായും വിനിഷ, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം നമ്മുടെ പ്രതിപക്ഷം ഒരിക്കലും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ, ക്ഷേമ പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ കാണാറില്ല. പക്ഷേ അത് കൃത്യമായ രീതിയിൽ തന്നെ വിലയിരുത്തിയാണ് മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ്. കോൺഗ്രസിന്റെ നേതാവാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ആ സംസ്ഥാനത്തിന്റെ മാറ്റം ഏതൊക്കെ രീതിയിൽ അവിടെ സാധ്യമാക്കിയിരിക്കുന്നു, ഏതൊക്കെ തലത്തിലാണ് ആ വികസന പ്രവർത്തനങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിൽ കൃത്യമായ രീതിയിൽ ഒരു പഠനം നടത്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന് പറയുന്നത് അതേത് രീതിയിൽ ഓരോ ഘട്ടത്തിലും വികസിക്കണം എന്നുള്ളത് അത് കൃത്യമായ രീതിയിൽ തന്നെ കേരളത്തിന് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മണിശങ്കർ അയ്യർ പറഞ്ഞു വെക്കുന്നത്. അതും ഈ പറയുന്നത് പോലെ തന്നെ വിനിഷ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ആ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് മണിശങ്കർ അയ്യർ ഈ കാര്യങ്ങൾ എല്ലാം പറയുന്നത്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതും സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായും പിണറായി വിജയൻ തന്നെ ഉണ്ടാകണം എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ഒരു തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനം ഉണ്ടായാലും അതിനെയൊക്കെ എതിർക്കുക എന്നുള്ളൊരു സമീപനം മാത്രമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ആ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് മണിശങ്കർ അയ്യർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വിനിഷ.